ഈ പുനലൂർ പുഷ്പന്റെ ലൊക്കാലിറ്റിയിൽ ഒരാളും പെണ്ണ് ഇതുവരെ അന്യം നിന്ന് പോയിട്ടില്ല. സാറ് ധൈര്യമായിട്ടിരിക്കേ. സാറിന്റെ മോളുടെ കല്യാണം ഈ പുഷ്പം പോലെ നടത്തിത്തരും. ആ ഫോട്ടോയും ജാതകവും ഒന്ന് വാട്സപ്പ് അയച്ചാൽ മാത്രം മതി. ഇനി മോന്റെ ഡീറ്റെയിൽസ് പറ. 6 അടി മൂലം പൊക്കം നക്ഷത്രം. അല്ല, 6 അടി പൊക്കം മൂലം നക്ഷത്രം. ഗവൺമെന്റ് ജോലി അല്ലേ? എൻ്റെ കയ്യിലൊരു കക്ഷിയുണ്ട്. ഈ പെൺകുട്ടി ഓക്കെ ആണോ? കുട്ടിക്ക് പൊക്കം കുറവാണോ എന്നൊരു സംശയം. അത് ശരി. PV സിന്ധുവും PT ഉഷയൊന്നും എൻ്റെ കസ്റ്റഡിയിലില്ല. ഈഫൽ ടവറിൻ്റെ പൊക്കവും വെച്ചിട്ട് അവൻ്റെ ഒടുക്കത്തെ ഒരു ഡിമാൻഡ്. ഇതുപോലൊരു പെങ്കൊച്ചിനെ മഷിയിട്ട് നോക്കിയാൽ നിനക്ക് കിട്ടുമോ? നീ കല്യാണം കഴിക്കാൻ തന്നെ, അല്ലാതെ മാങ്ങ പറിക്കാനൊന്നും അല്ലല്ലോ. എടാ പെണ്ണെ കിട്ടിയിട്ട് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. ഒരു മിനിറ്റ്. ഹലോ ഹലോ, ചേട്ടാ ഇത് ഞാനാണേ, സുമുഖൻ. ഇന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ടയിലിൽ പെണ്ണ് കാണാൻ പോകുന്ന കാര്യം പറയാനായിട്ട്. മനസ്സിലായി. നമുക്ക് അടുത്ത ഞായറാഴ്ച പോയാലോ? അന്ന് തന്നെ അതിൻ്റെ അടുത്തുള്ളൊരു വീട്ടിൽ എനിക്ക് ചായ മിച്ചറും കഴിക്കാൻ പോകാനുള്ളതാ. അയ്യോ ചേട്ടാ, ഞായറാഴ്ച നമ്മളൊന്ന് മൂകാംബിക പോയിരിക്കുക. വെള്ളിയാഴ്ച പറ്റിയ പെണ്ണ് കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ വെള്ളിയാഴ്ച പെണ്ണും കണ്ട് അത് ഉറപ്പിച്ചിട്ട് ആ വഴി നേരെ മൂകാംബിക പോയെന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അതിന് ഉറപ്പിക്കണ്ടേ? അതൊക്കെ എല്ലാം ശരിയാവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ചേട്ടൻ്റെ ഹിസ്റ്ററിയൊക്കെ എനിക്കറിയാം. ഒരു പെണ്ണ് കേസ് പോലും മിസ്സായിട്ടില്ലല്ലോ. പെണ്ണ് കേസോ? അല്ലല്ല, പെണ്ണ് കാണൽ കേസ്. ഫസ്റ്റ് സൈറ്റിൽ തന്നെ എല്ലാം ശരിയാക്കുന്ന ചേട്ടൻ്റെ ആ കഴിവ്. ഓ അങ്ങനെ. ഒരു മിനിറ്റ്. ഹലോ. ചേട്ടാ, ഞാനാ സുശീലൻ. ഞായറാഴ്ച മറ്റേ പെണ്ണ് കാണാൻ പോകേണ്ട സമയം അറിയാൻ വിളിച്ചതാ. നല്ല ടൈമിങ്. മോനെ, ഈ ഞായറാഴ്ച എന്നുള്ളത് വെള്ളിയാഴ്ചയാക്കി മാറ്റാൻ പറ്റുമോ? പിന്നെന്താ, ഞാൻ ഫുൾ ടൈം ഫ്രീ അല്ലേ. ഇനി കെട്ടിക്കഴിഞ്ഞാലേ ബിസി ആകത്തുള്ളൂ. എന്നാ ഒന്ന് വെയിറ്റ് ചെയ്യേ. ഹലോ. സുശീല. സുശീലനല്ല, സുമുഖൻ. സുമുഖ. അപ്പോൾ വെള്ളിയാഴ്ച ഉറപ്പിക്കാം. പിന്നെ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. അവർ 2 നേരം അടിച്ച് നനച്ച് കുളിച്ച് അമ്പലം കയറി ഇറങ്ങി നിരങ്ങുന്ന ടീമുകളാണ്. അപ്പോൾ നീയും അതേപോലെ ഭക്തിമാർഗത്തിലങ്ങ് നിന്നോണം. അങ്ങനെ ഭക്തിയോടെ നിന്ന അന്ന് തന്നെ ഡേറ്റ് ഉറപ്പിച്ചെങ്കിൽ പോരാ. രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി. ഉച്ചയ്ക്ക് ഹരേ രാമ 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 ഹരേ ഹരേ. രാത്രി കിടക്കാൻ നേരം ആലത്തൂർ ഹനുമാനെ പേടി സ്വപ്നം കാണിക്കല്ലേ. വീട്ടിലെ ഞങ്ങൾ വളർത്തുന്ന പൂച്ച പോലെ എന്നെ കണ്ടാൽ കൈകൂപ്പി നിൽക്കും. എന്നോടാണോ ഭക്തിയെ പറ്റി പറയുന്നത്? ആ കാര്യം ഞാൻ ഏറ്റിരിക്കണു. എനിക്ക് അന്നേ ദിവസം വേറൊരു പരിപാടിയുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ലൊക്കേഷൻ അയക്കാം. മോൻ പോയി കണ്ടേച്ചെങ്ങ് പോര്. ഓക്കെ? സുമുഖ. സുമുഖനല്ല, സുശീലൻ. സുശീല, വെള്ളിയാഴ്ച എനിക്ക് വരാൻ പറ്റില്ല. നിങ്ങൾ അങ്ങ് പോയാൽ മതി. ഞാൻ അവളെ വിളിച്ച് പറഞ്ഞേക്കാം. പിന്നെ ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ നല്ല 1-ാം തരം നിരീശ്വരവാദികളാണ്. തന്തയാണ് അവർ 1-1.5 കീറും. പിന്നെ തീവ്ര കമ്മിയായതുകൊണ്ട് രക്തഹാരം മതി എന്നൊക്കെ പറയും. ആ പെങ്കൊച്ചിൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഈ പുള്ളി സമ്മതിച്ചത് തന്നെ. ആ കാര്യം എനിക്ക് വിട്ടേര്. ഞാനും വിശ്വാസിയൊന്നുമല്ല. ഒരു രക്തഹാരമാണെങ്കിൽ പോലും ഞാൻ ഹാപ്പി. അപ്പം അതങ്ങ് ഉറപ്പിച്ച പുഷ്പൻ. ഈ വെള്ളിയാഴ്ച ഡബിൾ ലോട്ടറി ആണല്ലോ. എന്തായാലും 2 കല്യാണത്തിന്റെ സബ്ജക്ട് ഈ പുഷ്പൻ കാറ്ററിംഗ് സർവീസിന്റെ സ്വന്തം. അവന്മാർക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ട് നിന്റെ ഈ 6 അടി കല്യാണം നമുക്ക് സെറ്റാക്കാം. ഓക്കെ? അപ്പം അമ്മ പോയിട്ട് അടുത്ത ഞായറാഴ്ച വാ. പുഷ്പൻ ചേട്ടാ, എന്തോ പറ്റി? പുഷ്പൻ ചേട്ടാ, ലോറി വല്ലതും ഇടിച്ചായിരുന്നു? ഇതിലും ഭേദം അതായിരുന്നു. പെണ്ണ് കാണാൻ അയച്ച അഡ്രസ്സുകൾ തമ്മിൽ മാറിപ്പോയി. ആ ഭക്ത ശിരോമണി ചെന്ന് കയറി കൊടുത്തതേ ആ യുക്തിവാദിയുടെ വീട്ടിലായിപ്പോയി. അല്ല, ഒന്നും കഴിച്ചില്ലല്ലോ. വേണ്ട, ഉപവാസത്തിലാണ്. അതെന്തിനാ? ഇന്ന് ഏകാദശി, അന്നം പാടില്ല. ഉപവാസമൊക്കെ ഇരുന്ന പ്രശ്നങ്ങൾ മാറുമോ? ഇല്ല, ഞാൻ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് വീണ്ടും പ്രാർത്ഥിക്കും.
ആ എന്നിട്ടും ശരിയായില്ലെങ്കിലോ? കണ്ണടച്ച് പ്രാർത്ഥിക്കും. അയ്യോ, അപ്പൊ ഈശ്വരവിശ്വാസിയുടെ വീട്ടിലോ? നല്ല സെറ്റപ്പ് ആണല്ലോ. ആ വീട്ടിനകത്ത് വരെ ആ ചെടി വളർത്തുന്നത്. മോനൊരു ഈശ്വര വിശ്വാസിയാണെന്നറിയാം. നെവർ. ചെരുപ്പ് മാറിയെടുക്കാൻ പോലും ഞാൻ അമ്പലത്തിൽ പോകാറില്ല. ഇതെന്താ മോഡേൺ ആർട്ട്? ഹൈബ്രിഡ് ആനയാണോ? അത് ഗണപതി ഭഗവാനാണ്. അപ്പൊ ഹൈബ്രിഡ് തന്നെ. പുള്ളിക്കാണല്ലോ കൈയും കാലും മൂക്കും കൊമ്പും. അതൊക്കെ പോട്ടെ, കല്യാണം കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ? ആദ്യം ശബരിമല. എന്ത്, രണ്ടുപേരും കൂടി? അല്ലല്ല, കല്യാണത്തിൻ്റെ അന്നു മുതൽ 41 ദിവസത്തെ വ്രതം. പിന്നെ അയ്യനെയും കണ്ട് വാവരസ്വാമിയും തൊഴുത് മടങ്ങി വന്നിട്ട് ദാമ്പത്യം ആരംഭിക്കണമെന്നാണ് ആഗ്രഹം. ഇപ്പൊ എൻ്റെ മോളുടെ റോള്? കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി 101 ശയന പ്രദക്ഷിണം, ഭർത്താവിൻ്റെ ദീർഘായുസിന് വേണ്ടി അഗ്നിക്കാവടി, സന്താനലബ്ധിക്ക് വേണ്ടി പുത്ര കാമേഷ്ടി യജ്ഞം. സന്താനം ഉണ്ടായാൽ പഴനിയിലല്ലെങ്കിൽ തിരുപ്പതിയിൽ പോയി മൊട്ടയടിക്കണം, കാവടി തുള്ളിക്കണം. പിന്നെ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിന് പോയി ഭജന ഇരുത്തണമെന്നും ആഗ്രഹമുണ്ട്. നീ ചായ കുടിക്ക്. മാവൻ എങ്ങനെ വീശിയോ? എന്തോന്നാ? ബ്രോക്കർ പറഞ്ഞേ നല്ല ക്ലിയറാണെന്ന്. ബാർ കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. നമുക്ക് വൈകിട്ടാകുമ്പോഴത്തേക്ക് അമ്മായിയും എൻ്റെ ഭാര്യയും കൊണ്ട് ചിക്കനോ ബീഫോ വെച്ച് നടനടിച്ചിരിക്കാം. എന്റെ രാമ, മിലിറ്ററിയാ? ഓക്കെ. മതി, നിർത്ത. ഇനി നീ ഇവിടെ ഇരുന്നാ നിന്റെ കാല് ഞാൻ തല്ലി ഒടിക്കും. സുമംഗലി, നീ അകത്ത് പോ. നിന്റെ മംഗല്യം പിന്നീട്. എന്ത് പറ്റി? എനിക്ക് ഉച്ചയൂണിന് സമയമായി. ഇറങ്ങി ശുംബാ. ശംഭു, ഫുഡായില്ലേ? ഞാൻ വേണമെങ്കിൽ സ്വിഗ്ഗി ചെയ്യാം. ഒരു അൽഫാം മന്തി ഫുള്ള് പോരെ? ഒന്ന് ഇറങ്ങണ നാറി. എന്നെ കാലേ വരെ നിലത്തടിക്കാത്തതേ നീ ഇവിടെ കിടന്ന് ശയനപ്രദക്ഷിണം നടത്തുമെന്ന് വിചാരിച്ചിട്ടാണ്. ചേച്ചി അനിയനെ കൊണ്ട് വല്ല അമ്പലത്തിന് ഭജനക്കിരുത്ത്. ഇത്രയും നല്ലൊരു വെള്ളിയാഴ്ച എനിക്ക് സമ്മാനിക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ഒരു വീട്ടിൽ ചെന്നപ്പം ആമാരെന്നെ കൊണ്ട് ഹനുമാൻ ചാലിസ ചൊല്ലിപ്പിച്ചു. മറ്റേ വീട്ടിൽ പോയപ്പോൾ ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടെ കഷ്ടിച്ചാ രക്ഷപ്പെട്ടത്. എന്തായാലും സുമുഖനും സുശീലും കൂടെ ഫയറായിരുന്നു എന്നെ ഫ്ലവറാക്കി വേണ്ടി.